വിഭജികയുടെയും കുഞ്ഞിന്റെയും ദുരൂഹമരണത്തിൽ ഭർത്താവിനെയും വീട്ടുകാർക്കുമെതിരെ കുണ്ടറ പോലീസ് കേസെടുത്തു. വിഭജികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് കേസെടുത്തത്. ഭർത്താവ് നിതീഷാണ് ഒന്നാം പ്രതി, സഹോദരി നീതു രണ്ടാം പ്രതിയും അച്ഛൻ മൂന്നാം പ്രതിയുമാണ്. സുധീഷിനും കുടുംബത്തിനും പരമാവധി ശിക്ഷ നൽകണമെന്ന് വിഭജികയുടെ അമ്മ പറഞ്ഞു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എം മനോജ് നൽകും. മനോജ് പറയൂ. പരാതി നൽകിയിരുന്നത്. അതായത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ അമ്മയും കുഞ്ഞും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് വീട്ടുകാർ തന്നെ ഇത്തരത്തിൽ ആരോപിച്ചിരുന്നു. അതായത് ഭർത്താവിന്റെയും ഭർത്തൃ കുടുംബത്തിന്റെയും പീഡനം മൂലമാണ് ഇത്തരത്തിൽ യുവതിക്ക് ജീവൻ നഷ്ടമായത് എന്നുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയിടങ്ങളിൽ ഈ കുടുംബം പരാതി നൽകിയിരുന്നു. എന്തായാലും കുണ്ടറ പോലീസാണ് ഇപ്പോൾ ഈ കേസ് എടുത്തിട്ടുള്ളത്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഈ ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനുമെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ഒന്നാം പ്രതി ഭർത്താവ് നിതീഷും രണ്ടാം പ്രതി ഭർത്താവിന്റെ സഹോദരിയും മൂന്നാം പ്രതി അച്ഛനുമാണ്. നിരന്തരമായി തന്നെ ഈ വിഭജിക ഇത്തരത്തിൽ കൊടിയ പീഡനത്തിന് ഇരയായിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ട്. വിഭജിക കെഞ്ചി പറഞ്ഞിട്ട് പോലും നാട്ടിലേക്ക് വിടാൻ ഇവർ തയ്യാറായില്ല എന്നും ഈ നിതീഷിനും കുടുംബത്തിനും പരമാവധി ശിക്ഷ നൽകണമെന്നാണ് അമ്മ ശൈലജ പറയുന്നത്. അഭിഭാഷകൻ മുഖേന കുടുംബം ഈ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഷാർജ അൽ ഖാസിമി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ്. അതേസമയം തന്നെ ഈ ഭർത്താവ് നിതീഷ് അവിടെ കുഞ്ഞിനെ ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് കുഞ്ഞിന്റെ മൃതദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ടുപേരെയും, അതായത് 1.5 വയസ്സുള്ള കുഞ്ഞിനെയും 33-കാരിയായ വിഭജികയെയും ഈ ഷാർജയിലെ ഫ്ളാറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആത്മഹത്യാക്കുറിപ്പും അതോടൊപ്പം തന്നെ ശബ്ദരേഖകളും അടക്കം പുറത്തു വന്നിരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും ഈ പീഡനം അനുഭവിക്കേണ്ടി വരുന്നു എന്ന തരത്തിലാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ശബ്ദ സന്ദേശങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. മറ്റ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കൊല്ലത്ത് നിന്നും എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.